ഹേ ഹലോ, ഇന്ന് നമ്മൾ വളരെ ക്യൂട്ടായിട്ടുള്ള ലോക്കർ ഓർഗനൈസർ ആട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൊറിയൻ ക്രാഫ്റ്റ് ചാനലൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ഡെസ്കിൽ ഇതുപോലത്തെ ഒരു ഐറ്റം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ കാർഡ്ബോർഡ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ കാർഡ്ബോർഡിൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. 19x15 സെൻറ്റിമീറ്ററിൽ വരുന്ന 2 കാർഡ്ബോർഡ്സ്, അതേപോലെ 19x10 സെൻറ്റിമീറ്റർ വരുന്ന 2 കാർഡ്ബോർഡ്സ്, അതേപോലെ 10x15 സെൻറ്റിമീറ്റർ വരുന്ന 2 കാർഡ്ബോർഡ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബോക്സ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വല്ല ഷൂ ബോക്സ് അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ബോക്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് ആ ബോക്സുകളൊന്നും കയ്യിലില്ലാത്തവർക്കും കൂടെ മനസ്സിലാകുന്ന രീതിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബോക്സ് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ടാട്ടോ സ്റ്റിക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗ്ലൂ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഗ്ലൂ യൂസ് ചെയ്തതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടൈമിംഗ് ആണ് കേട്ടോ. ഗ്ലൂ ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലൂ യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ശേഷം ഞാനെന്താ നമ്മുടെ ഡോറിൻ്റെ പീസ് വെച്ച് കൊടുക്കുകയാണ്. അത് 19x15 സെൻറ്റിമീറ്റർ വരുന്ന പീസാട്ടോ നമ്മുടെ ഡോറിന് വരുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടെ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഇതാ ഇതുപോലെ നാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഡോറ് വെക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും മാസ്കിംഗ് ടേപ്പ് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ഡെസ്ക് മേക്ക് ഓവർ ചെയ്ത സമയത്ത് നമ്മുടെ കയ്യിൽ ബാക്കി വന്നിട്ടുള്ള ഒരു വൈറ്റ് വാൾപേപ്പറിൻ്റെ പീസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നമ്മുടെ ഈ ഒരു ബോക്സ് കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ നല്ല രസമുണ്ടെങ്കിൽ ഞാനത് ജസ്റ്റ് ഒരു പരീക്ഷണം രീതിയിൽ ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷേ സംഭവം സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് പിന്നെ ഞാൻ വെച്ചെടുത്തിട്ടുള്ള 2 ഷെൽഫ് പോലെ ഞാൻ അതിനുള്ളിലേക്ക് 2 കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വാൾപേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓർഗനൈസറിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടോ. ഇനി കുറച്ച് ഡെക്കറേഷൻ വർക്കുകളോട് ചെയ്യാനുള്ളൂ. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാനിതാ ഇവിടെ 3 കാർഡ്ബോർഡ് സ്ട്രിപ്സുകൾ എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ ഈ ഓർഗനൈസർ കണ്ട സമയത്ത് അതിൽ ഇതുപോലത്തെ ഒരു ഐറ്റം ഉണ്ട്. ഇത് എന്തിനാണെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ അതിൽ ഇതുപോലെ ഉണ്ട്. അപ്പോൾ ലോക്കറിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ലോക്കർ ഓർഗനൈസർ ഇവിടെ റെഡി. ഇപ്പോൾ ഡെക്കറേഷനും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആ സംഭവം കിടിലനായിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ്, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.